നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. CBSE 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് the HCF of 135 and 225. HCF കണ്ടുപിടിക്കാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് സ്റ്റാൻഡേർഡ് 7, 8 പഠിച്ചിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് സാധാരണ HCF കണ്ടുപിടിക്കുന്നത്. ഇവിടെ യൂക്ലിഡ്സ് അൽഗോരിതം യൂസ് ചെയ്ത് HCF കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്: ഗ്രേറ്റർ നമ്പറിൽ നിന്നും സ്മോളർ നമ്പർ ഡിവൈഡ് ചെയ്യുക. 135, 225. ഇതിൽ ഗ്രേറ്റർ നമ്പർ 225 ആണ്. 225ന് സ്മോളർ നമ്പറായ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 135 ഇൻറ്റു 1, 135. സബ്ട്രാക്ട് ചെയ്യുക. 5 - 5 0, 12, 12 - 3 9. അടുത്ത സ്റ്റെപ്പ്: റിമൈൻഡർ കിട്ടിയ 90 കൊണ്ട് 135നെ ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം 90 ഇൻറ്റു 1 90. സബ്ട്രാക്ട് ചെയ്യുക. 5 4 45. അടുത്ത സ്റ്റെപ്പ് 45 കൊണ്ട് 90യെ ഡിവൈഡ് ചെയ്യുക. 45 ഇൻറ്റു 2 90. സബ്ട്രാക്ട് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടും. റിമൈൻഡർ എപ്പോൾ 0 കിട്ടോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. റിമൈൻഡർ 0 ആകുമ്പോൾ കാൽക്കുലേഷൻ നിർത്തുക. റിമൈൻഡർ 0 ആകുമ്പോൾ ഈ പൊസിഷനിൽ വരുന്ന നമ്പർ ആയിരിക്കും HCF. HCF ഓഫ് 135 and 225 is equal to 45. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലും യൂക്ലിഡ്സ് ലെമ്മ യൂസ് ചെയ്ത് HCF കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 285 and 867. HCF കണ്ടുപിടിക്കാൻ ഗ്രേറ്റർ നമ്പറായ 867നെ 285 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 285 ഇൻറ്റു 3 765. സബ്ട്രാക്ട് ചെയ്യുക. 2 0 1. അടുത്ത സ്റ്റെപ്പിൽ 102 കൊണ്ട് 285നെ ഡിവൈഡ് ചെയ്യാം. 285. 102 ഇൻറ്റു 2 204. സബ്ട്രാക്ട് ചെയ്താൽ 81 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 255 867. HCF കണ്ടുപിടിക്കാൻ ഗ്രേറ്റർ നമ്പറായ 867നെ സ്മോളർ നമ്പറായ 255 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 255 ഇൻറ്റു 3 765. സബ്ട്രാക്ട് ചെയ്യുക. 7 - 5 2, 6 - 6 0, 8 - 7 1. അടുത്ത സ്റ്റെപ്പിൽ 102 കൊണ്ട് 255നെ ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം 102 ഇൻറ്റു 2 204. 255 മൈനസ് 204 51. അടുത്ത സ്റ്റെപ്പിൽ 51 കൊണ്ട് 102നെ ഡിവൈഡ് ചെയ്യുക. 102 51 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 51 ഇൻറ്റു 2 102. സബ്ട്രാക്ട് ചെയ്യുക. റിമൈൻഡർ 0 ആകുമ്പോൾ കാൽക്കുലേഷൻ നടത്തുക. ഇവിടെ റിമൈൻഡർ 0 ആകുമ്പോൾ ഇവിടെ വരുന്ന നമ്പർ ആയിരിക്കും HCF. HCF is equal to 51. HCF of 255
867 is equal to 51. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 1656 4025. HCF കണ്ടുപിടിക്കാൻ ഗ്രേറ്റർ നമ്പറായ 4025നെ സ്മോളർ നമ്പറായ 1656 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1656 ഇൻറ്റു 2 3312. സബ്ട്രാക്ട് ചെയ്യുക. 5 minus 2 3, 2 minus 1 1, 10 minus 3 7. അടുത്ത സ്റ്റെപ്പിൽ റിമൈൻഡർ കിട്ടിയ 713 കൊണ്ട് 1656 ഡിവൈഡ് ചെയ്യുക. 1656 divided by 713. 713 into 2 1426. സബ്ട്രാക്ട് ചെയ്യുക. 0 3 2. 230 റിമൈൻഡർ കിട്ടും. റിമൈൻഡർ കിട്ടുന്ന 230 കൊണ്ട് 713 ഡിവൈഡ് ചെയ്യുക. 713 divided by 230. 230 into 3 690. സബ്ട്രാക്ട് ചെയ്താൽ 3 2 0. റിമൈൻഡർ കിട്ടിയ 23 കൊണ്ട് 230 ഡിവൈഡ് ചെയ്യുക. 23 into 10 230. റിമൈൻഡർ 0. റിമൈൻഡർ 0 ആകുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ആയിരിക്കും HCF. HCF is equal to 23. HCF of 1656 and 4025 is equal to 23. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 7161, 7378, 92690. HCF കണ്ടുപിടിക്കാൻ ഗ്രേറ്റർ നമ്പറായ 92690 സെക്കൻഡ് ലാർജസ്റ്റ് ആയ 7378 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7378. 7378 into 1. 7378. സബ്ട്രാക്ട് ചെയ്യുക. 9 minus 8 1, 16 minus 7 9, 11 minus 13 8. 8 minus 7 1. ഇവിടെ ഒരു 0 ഉണ്ട്, താഴേക്ക് എഴുതുക. 0 താഴേക്ക് എഴുതുക. 7378 into 2 14756 എന്ന് കിട്ടും. 7378ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 14756. 10നെ 6 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 10ൽ നിന്നും 6 സബ്ട്രാക്ട് ചെയ്താൽ 4. 10ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്താൽ 5. 8ൽ നിന്നും 7 സബ്ട്രാക്ട് ചെയ്താൽ 1. 8 minus 4 4. റിമൈൻഡർ കിട്ടിയ 4154 കൊണ്ട് 7378നെ ഡിവൈഡ് ചെയ്യുക. 7378. 4154 into 1. 4154. സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 minus 4 4. 7 minus 5 2. 3 minus 1 2. 7 minus 4 3. അടുത്ത സ്റ്റെപ്പിൽ റിമൈൻഡർ കിട്ടിയ 3224 കൊണ്ട് 4154നെ ഡിവൈഡ് ചെയ്യുക. 4154. 3224 into 1. 3224. 4 minus 4 0. 5 minus 2
3, 11 minus 2, 9. റിമൈൻഡർ കിട്ടിയ 930 കൊണ്ട് 3224 ഡിവൈഡ് ചെയ്യാം. 3224. 930 into 3, 2790. Remainder 4, 12 minus 9, 3, 11 minus 7, 4, 434 റിമൈൻഡർ കിട്ടും. റിമൈൻഡർ 434. 434 കൊണ്ട് 930 ഡിവൈഡ് ചെയ്യണം. 930. 434 into 2, 868. Subtract ചെയ്യുക. 10 minus 8, 2, 12 minus 6, 6. റിമൈൻഡർ കിട്ടിയ 62 കൊണ്ട് 434 ഡിവൈഡ് ചെയ്യുക. 434. 62 into 7, 434. റിമൈൻഡർ 0. ഈ ക്വസ്റ്റിൽ 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 2 നമ്പേഴ്സിൻ്റെ HCF 62 ആണ്. ഇവിടെ റിമൈൻഡർ 0 കിട്ടി. അതുകൊണ്ട് ഈ 2 നമ്പറിൻ്റെയും HCF 62 ആണ്. ഈ നമ്പറിൻ്റെയും കൂടി HCF കാണണം. അതിന് ചെയ്യുന്നത് 7161 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടിയ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7161 ഈ 2 നമ്പറിൻ്റെയും HCF ആയ 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 71 62 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 62 into 1, 62. 71 minus 62, 9. 6 താഴേക്ക് എഴുതുക. 96 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1. 62. സബ്ട്രാക്ട് ചെയ്യുക. 6 minus 2, 4. 9 minus 6, 3. അടുത്ത് 1 താഴേക്ക് എഴുതുക. 341 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 62 into 5, 310. റിമൈൻഡർ 31. ഇവിടെ അടുത്ത താഴേക്ക് എടുക്കാൻ നമ്പറൊന്നുമില്ല. അതുകൊണ്ട് റിമൈൻഡർ കിട്ടിയ 31 കൊണ്ട് 62 ഡിവൈഡ് ചെയ്യുക. 62 ഡിവൈഡഡ് ബൈ 31. 2 into 31, 62. റിമൈൻഡർ 0. റിമൈൻഡർ 0 ആയി. ഇവിടെ കിട്ടുന്ന നമ്പർ ഏതാണോ അതായിരിക്കും HCF. HCF ഓഫ് 7161, 7378, 92690 is equal to 31. HCF കണ്ടുപിടിക്കാൻ പഠിച്ചതിന് ശേഷം HCFുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വയ്ക്കുക. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത്. HCF ഓഫ് 65 and 117 is expressible in the form 65m minus 117. Find the value of m. 65ൻ്റെയും 117ൻ്റെയും HCF 65m മൈനസ് 117 ഇക്വലൻ്റ് ആയിരിക്കും. എങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര? 65ൻ്റെയും 117ൻ്റെയും HCF 65m മൈനസ് 117 ഇക്വലൻ്റ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര? ആദ്യം HCF കണ്ടുപിടിക്കുക. 117 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 into 65, 65 സബ്ട്രാക്ട് ചെയ്യുക. 7 minus 5, 2. 11 minus 6, 5. റിമൈൻഡർ കിട്ടിയ 52 കൊണ്ട് 65 ഡിവൈഡ് ചെയ്യുക. 52 into 1, 52. 5 minus 2, 3. 6 minus 5, 1. അടുത്ത സ്റ്റെപ്പിൽ റിമൈൻഡർ കിട്ടിയ 13 കൊണ്ട് 52 ഡിവൈഡ് ചെയ്യുക. 52 ഡിവൈഡഡ് ബൈ 13. 13 into 4, 52. റിമൈൻഡർ 0.
റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ HCF 13 ആയിരിക്കും. HCF ഓഫ് 65 ആൻഡ് 117 is equal to 13. ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 65ൻ്റെയും 117ൻ്റെയും HCF 65M മൈനസ് 117 ഇക്വലൻ്റ് ആയിരിക്കുമെന്ന്. ഇവിടെ HCF 13 എന്ന് കിട്ടി. HCF is equal to 13. 13 is equal to 65M minus 117. 13 RHSിലുള്ള മൈനസ് 117 LHSിലേക്ക് എഴുതുമ്പോൾ പ്ലസ് 117 എന്ന് എഴുതാം. is equal to 65M. 13 plus 117 130 is equal to 65M. 65M is equal to 130. M is equal to 130 divided by 65. M is equal to 130 65 divide ചെയ്താൽ റിസൾട്ട് 2. M is equal to 2. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.